എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ വീക്കെൻഡ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ ഇന്ന് സമാധാനമായിട്ടിരുന്ന് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്, ദെയർ തോട്ട്സ് അബൌട്ട് യു. കേട്ടോ, ഹോൾ ഡേ ഇന്ന് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും ഓവറായിട്ട് സന്തോഷിക്കുകയോ ഓവറായിട്ട് ടെൻഷൻ ആവുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം അവർ എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ചിന്തിക്കാൻ പോകുന്നത്, അവരുടെ ചിന്തകളിൽ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ചിന്തകളിൽ എന്താണ്. സ്ട്രെങ്ത് ആദ്യമേ വീണേ. ലവേഴ്സ്, വേൾഡ്, Six of Wands, Judgment, Ten of Cups, Devil, Empress, Eight of Wands, King of Cups, Star, Death. Bottom of the deck വന്നിട്ട് Page of Cups. ആദ്യത്തെ സെറ്റ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സാഹചര്യത്തിൽ എന്തോ ഒരു ക്ഷമയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ കുറച്ച് ക്ഷമ നിങ്ങൾ കാണിച്ചേ മതിയാകൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കായാലും ക്ഷമയോടെ മാത്രമേ ആ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. അതേസമയം ഓവർ തിങ്കിങ് ഉണ്ട്. തിരിച്ചും ഈ കാര്യത്തെക്കുറിച്ച് വല്ലാതെ ടെൻഷനായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. ഫൈവ് ഓഫ് വാൻഡ്സ്, ഒരു കൺഫ്യൂഷൻ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ അവർക്ക് അവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻഡ്സ്. എന്ത് തരം കൺഫ്യൂഷനാണ് ഡിവൈൻ? എന്ത് തരം കൺഫ്യൂഷനാണ് അവർക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. എന്തുകൊണ്ടാണ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. ജഗ്ലിംഗ്, വീണ്ടും കൺഫ്യൂഷൻ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പ്രോബബ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം. കാരണം ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ രണ്ടിൽ ഒരു ചോയ്സിന് വേണ്ടിയിട്ട് ഒന്ന് കൺഫ്യൂസ് ആവുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ്. കൺഫ്യൂഷൻസ് ആണ് അവിടെ മെയിനായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആലോചിച്ച് തീരുമാനിക്കാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, എന്താ പറയുക, ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹമാണ്, അട്രാക്ഷനും ഉണ്ട് ഇവർക്ക് നിങ്ങളോട് കേട്ടോ. അതേപോലെ വേൾഡ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾ. ഒന്നുകിൽ ഇവർ ജോലി സംബന്ധമായിട്ടും ഒക്കെ വേറൊരു സ്ഥലത്തായിരിക്കാം. ട്രാവൽ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ദൂരെ ഇരുന്ന് നിങ്ങളെപ്പറ്റി വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ട് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ സിക്സ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ക്ലാരിഫൈ സിക്സ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ സിക്സ് ഓഫ് വാൻഡ്സ്.
9 ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുടെ ഒപ്പം ഒരു ലൈഫ്, നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണമൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാൽ അത് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ, അതായത് ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ അവർക്ക് അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടും നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവരുടെ എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു. 10 ഓഫ് കപ്സ് വെച്ചിട്ട് പലർക്കും ഒരു ഫാമിലിയുടെ പ്രസൻസ് അവരെ കാണുന്നു. നമുക്കറിയണം ഇവർ നിങ്ങളെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആലോചിക്കുകയാണോ അതോ ഒരു ഫാമിലി ഉള്ളതിനെ പറ്റി ആലോചിക്കുകയാണോ എന്ന്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ് പ്ലീസ്. കാർഡ് താഴേക്ക് വീണു. ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്നാണ്. 6 ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് ഇവരെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഇവർ ആലോചിച്ചിരുന്നത് കേട്ടോ. അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് എന്തായാലും പാരൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെ അവരെയും ബാലൻസ് ചെയ്ത് നിങ്ങളെയും ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളെ ആ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഫാമിലി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈക്വലി തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം, നിങ്ങളെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഡെവിൾ കാർഡ് വെച്ചിട്ട് ഒബ്സെസ്ഡ് തോട്ട്സ് ആയിരുന്നു നിങ്ങളെപ്പറ്റി. അതായത് ചിന്തകൾ നിർത്താനേ സാധിക്കുന്നില്ല എന്നുള്ള രീതി. തുടർന്നും എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കുക എന്നുള്ളൊരു, ഒന്നാമത് സൺഡേയും കൂടെയാണ്, അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ ഓർമ്മകൾ തന്നെ ആയിരിക്കും ഇവർക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇവർക്ക് എന്താ പറയുക, വളരെ ഒരു അബണ്ടൻസ്, അതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയർ, നഴ്ചറിങ്, അതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹമൊക്കെ ഇവർ വേറെ ആരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ റിച്ച് ആയിരിക്കും എന്നൊരു ഫീലിംഗും അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, 8 ഓഫ് വോൺസ് വെച്ച് നിങ്ങളുടെ വിളിക്കണം, സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, കഴിയുമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത. കാരണം 8 ഓഫ് വോൺസ് ഒരു മൂവ്മെൻറ്റിൻ്റെയും കൂടെ കാർഡാണ്. അതുകൊണ്ട് തന്നെ വന്ന് നിങ്ങളെ കാണണം, കുറച്ചൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇവർക്ക് നല്ല എന്താണ്, അവർക്ക് റിയലൈസേഷൻ ഉണ്ട് നിങ്ങളോട്, അവർക്ക് സ്നേഹമാണ്. തീർച്ചയായിട്ടും സ്നേഹം തന്നെയാണ് അവരുടെ മനസ്സിലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സ്റ്റാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള സ്റ്റാർ സാന്നിധ്യമാണ്, വെളിച്ചമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഹോപ്പ് കൊണ്ടുവന്ന പേഴ്സണാണ്. അവർ തളർന്നു നിന്ന സമയത്ത് നിങ്ങൾ താങ്ങി നിർത്തി കാണണം. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം ആ വെളിച്ചമായിട്ട് എന്ന് തന്നെ അവരിപ്പോഴും ചിന്തിക്കുന്നു. ഡെത്ത് വെച്ച് നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് അവിടെ ഒരു എൻഡ് കുറിച്ച് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾക്കൊരു മെസ്സേജ്, കോള്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ തന്നെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുത്താലോ അല്ലേ? പ്ലീസ് ഗിവ് മീ സം ഓഫ് കാർഡ്സ് ഡിവൈൻ. ഇവരൊരു തോട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടെ തരൂ. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്? 7 of Pentacles, okay. 6 of Swords, okay. 3 of Pentacles, 8 of Pentacles. Pentacles-ഓട് Pentacles ആണല്ലോ. 2 of Swords, 4 of Wands, Ace of Cups. ഒരു കാർഡ് കൂടെ എടുക്കാം. 5 of Cups. മിസ്സിങ് എനർജി ഭയങ്കരമായിട്ട് തന്നെയുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ സിനാറിയോ എങ്ങനെയാണോ അതുപോലെ എടുത്തോളൂ കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരുപാട് സ്നേഹം. ചിലർക്ക് ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം എല്ലാം വരുന്നതായിട്ടും കാണുന്നുണ്ട്.
മറ്റു ചിലർ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ഇവൻ്റ് സംബന്ധമായിട്ട് നിങ്ങളെ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യവും അവിടെ വരുന്നുണ്ട്. ഓക്കെ, തമ്മിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ലവ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇവൻറ്റിലൊക്കെ വെച്ച് പരസ്പരം കാണാനോ മീറ്റിങ്ങിലോ ഒക്കെ വെച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഒന്ന് കാണാനുള്ള സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അതേപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവരുടെ ജോലിയിൽ കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ജോലിയിലായിരിക്കും. സൺഡേ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് ജോലിയുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അവർക്ക് ജോലി തിരക്കിലാണ്, അതിൻ്റെ ഇടയിലാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതേപോലെ ഒരു വെയിറ്റിംഗ് പീരീഡുമാണ്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളെ കാണാൻ വരാൻ അവർക്ക് ഇത്തിരി സമയം വേണം. ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊരു യാത്രയുണ്ട്, ഒരു പക്ഷേ യാത്ര ചെയ്ത ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ വീണ്ടും കാണിക്കുന്നത്. അവിടെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളെ ഓർക്കുന്നതായിട്ടും അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു. മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും തൊഴിൽ പരമായിട്ട് നിങ്ങൾ തമ്മിൽ കാണാനോ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ഒരേ ടീമിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ചിലർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ജഗ്ലിംഗ് കൂടെയാണ് ഇവർക്ക് ഉള്ളത്. ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവരൊന്ന് ചിലർ, എല്ലാവർക്കും അല്ല, ചിലർ ഒന്ന് ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ഇത് ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സിനാറിയോ ഏതാണോ അതുപോലെ എടുത്തുകൊള്ളുക. ഓക്കെ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവർ ഒന്ന് സംശയിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. അതില്ലാത്തവർക്ക് അവിടെ ഒരു പ്രപ്പോസൽ, കല്യാണം, അല്ലാതെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ, ഏതൊരു കേസിൽ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. കുറച്ചുകൂടെ വേണോ കാർഡ്സ്? വേറെ എടുക്കുന്നെടുത്താലോ? കൂടുതലായിട്ട് പറഞ്ഞു തരുക. എൻ്റെ വീടാണ് ഇവർക്കായിട്ട്. ഏസ് ഓഫ് വോൺസ്, നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്നവർ ആലോചിക്കുന്നു. കിങ് ഓഫ് സ്വാർഡ്സ്, ചിലർ ഒന്ന് വഴക്കിട്ടിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ആ വഴക്കിനെ കുറിച്ചും ഇവർ കുറച്ച് ഈഗോയോടുകൂടി ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വഴക്കിട്ടവർ ആലോചിച്ചോളൂ, കുറച്ച് അവർ സോറിയൊന്നും പറയില്ല, നിങ്ങൾ വിളിച്ച് സോറി പറയട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതും. കാരണം അപ്പുറത്ത് ഏസ് ഓഫ് വോൺസ് ആണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, വഴക്കിടുമ്പോഴത്തേക്ക് ഇമോഷണലി ചിന്തകൾ വരുമല്ലോ, സങ്കടമൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് കുറച്ച് ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. രണ്ട് കാർഡ് കൂടി എടുക്കാമേ. 10 ഓഫ് സ്വാർഡ്സ്, വഴക്കിട്ടത് കൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് വല്ലാത്ത മനോവേദനയും തോന്നുന്നുണ്ട്, സാഡ്നെസ് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജിയും വന്നത്. വഴക്കിട്ടാണ്, മെസ്സേജൊക്കെ അയച്ചിട്ടായിരിക്കും വഴക്കിട്ടെ. പക്ഷെ അവിടെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം എന്താ, അവർക്ക് ഒരുപാട് സ്നേഹമാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മിസ് ചെയ്യുന്നത്. ഇനിയും വേണോ? ഇനിയും വേണമെങ്കിൽ 2 കാർഡ് കൂടെ എടുക്കാം. 2 കാർഡ് കൂടെ തരൂ വേണം. ഓക്കെ, ഇത് ചാടി വന്നു. എംപ്രസ് വീണ്ടും. എംപ്രസ് ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞതാണ്, റിപ്പീറ്റായിട്ട് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും അവരുടെ ലൈഫിൽ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ പറയുന്നു. എൻ്റെ ഏറ്റവും ബോട്ടം ഓഫ് ദി ഡെക്ക് ഉണ്ടായിരുന്ന 4 ഓഫ് സ്വാർഡ്സ്. വഴക്കിട്ട സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആണ്. അവർക്ക് വഴക്കിട്ട കാര്യമൊക്കെ ഓർത്തിട്ട് അവർക്ക് വിഷമമുണ്ട്, വിഷമിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. വഴക്കിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ വിഷമിച്ചിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു മെസ്സേജൊക്കെ അയച്ചോളൂ അല്ലേ, ഒന്ന് സമാധാനിപ്പിക്കുക ഒക്കെ ആവാമല്ലോ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ, എന്തൊക്കെ തന്നെ ആയാലും. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിനി മെസ്സേജസ് വേണം. രാവിലെ ഞാൻ മെസ്സേജസ് ഇട്ടിരുന്നു. ഒറാക്കിൾ ഡെക്കെന്ന് വേണേൽ കുറച്ച് മെസ്സേജസ് എടുത്ത് തരാമെന്ന്. ഓക്കെ, ഒറാക്കിൾ ഡെക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് മെസ്സേജസ് എടുത്ത് തരാം കേട്ടോ. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞില്ലേ, ലോങ് ഡിസ്റ്റൻസുകാരുടെ അല്ലേ കൂടുതലും ഇന്ന് കണ്ടേ. അവിടെ ഡിസ്റ്റൻസ് ഒന്നും ഒരു വിഷയമല്ല, നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കും എന്ന് തന്നെ അവർ പറയുന്നു. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഓക്കെ,
ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇച്ചിരി സമയം കൂടെ അവർക്ക് കൊടുക്കാനാണ് അവർ പറയുന്നത് കേട്ടോ. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ഓക്കെ, കാസ്റ്റ് കൾച്ചർ അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ കാണുമായിരിക്കും, അതാണ് അവരവിടെ പറയുന്നത്. ഡിറ്റാച്ച്മെൻറ്റ്, ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോസ്, ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുന്നവരാണ് ഇവർ. അവരൊന്ന് ആലോചിച്ചിട്ട്, കാരണം സമയം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് തിരിച്ചു വരാമെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ. ഓക്കെ, അവർക്ക് ചേസിങ് മതിയായി എന്നാണ്, നിങ്ങളുടെ അടുത്ത് ഒരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദെൻ ഐ ആം. അവരെക്കാളും നിങ്ങൾ എത്രയോ ബെറ്ററായിട്ടൊരു ആളാണ് എന്നവർ പറയുന്നു. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ നിങ്ങൾ അവരെ മനസ്സിലാക്കിച്ചു എന്നാണ് പറയുന്നത്. ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അവർക്കതിൽ വിഷമമുണ്ട്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, ബീൻ അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചെത്തും എന്ന് പറയുന്നു. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവരുടെ മിസ്റ്റേക്കാണ്, അവരുടെ തെറ്റുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അവർ സമ്മതിക്കുന്നു കേട്ടോ. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് എ കണക്ഷൻ. ഈഗോ ക്ലാഷസും ഉണ്ടായിട്ടുണ്ട്. ഈഗോ, ലാസ്റ്റിൽ വഴക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഈഗോ കൊണ്ടാണ് അവർ ഒരു സോറിയൊക്കെ പറയാതിരിക്കുന്നത്. അവരുടെ തെറ്റാണെന്ന് അവർക്കറിയാം. ഐ ഹാവൻ ഗിവൺ അപ്പ് ഓണേഴ്സ് യെറ്റ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. കമ്മിറ്റ്മെൻറ്റ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്രപ്പോസൽ, കല്യാണം ഒക്കെ പലർക്കും വരുന്നുണ്ട് എന്നുള്ളത്. അവർ എന്നും നിങ്ങൾ കൂടെ വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇത്രയും മെസ്സേജസ് പോരെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരിക കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, 18th മുതൽ ഒരാഴ്ചത്തേക്ക് പേഴ്സണൽ റീഡിങ് ഉണ്ടാവില്ല. ഓക്കെ, നേരത്തെ പറയുകയാണേ. വേറെ വിശേഷിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്ത ഒരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. മേ ഗോഡ് ബ്ലെസ്. ബൈ.